RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ആഴ്സണൽ വിസസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ മത്സരത്തെ കുറിച്ചാണ്. ലണ്ടൻ ഡെർബിയെ കുറിച്ചാണ്. നോർത്ത് ലണ്ടൻ ഡെർബിയെ കുറിച്ചാണ്. ഡെർബിയിൽ 4-1 ആഴ്സണൽ വിജയിച്ചിരിക്കാൻ വീണ്ടും തലപ്പത്ത് എന്താ പറഞ്ഞാൽ പോയിന്റ് ഗ്യാപ്പിൽ വീണ്ടും സിറ്റി ആയിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് കയറിക്കും. പക്ഷെ 28 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം ആലോചിക്കണം. ഇപ്പോഴും ആശാനെ സേഫ് അല്ല. ഇവിടെ നിന്ന് മറ്റേ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ സേഫ് അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത കളിയിൽ സിറ്റി ജയിക്കുകയാണെങ്കിൽ വീണ്ടും 2 പോയിന്റ് ഗ്യാപ്പാക്കും. ഒരു മത്സരം കൂടുതൽ ആഴ്സണൽ കളിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം ആഴ്സണൽ ഫാൻസ് ഒരുപാട് അങ്ങോട്ട് പൊന്തി നിൽക്കണ്ട. ഇനിയും ഗ്യാപ്പ് വരണം മത്സരങ്ങളിൽ. പോയിന്റ് ടേബിളിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഗ്യാപ്പ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സീസണിൽ 38 മത്സരം കഴിയുന്നത് വരെ ആ ഫൈനൽ വിസിൽ 90-ാം മിനിറ്റ് വിസിൽ മുഴങ്ങുന്നവര് കാത്തിരിക്കേണ്ടി വരും. എന്താ പറഞ്ഞാൽ ഇതിനു മുമ്പ് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ആയിട്ട് 72 പോയിന്റ് ഒക്കെ നിൽക്കുന്ന സമയത്ത് 8-9 പോയിന്റ് ആയിട്ട് ഡിഫറൻറ്റ് ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷെ അവസാന മത്സരത്തിൽ അഗ്വാറോയുടെ ഒരു ഗോൾ സെലിബ്രേഷൻ ഉണ്ട്, മറക്കില്ല. ഓരോ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരും ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും യുണൈറ്റഡിന്റെ കളി ഒരു സൈഡ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് 2-1 പുറകിൽ നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി. അവസാന 90 മിനിറ്റുകളിലൂടെ 2-2 സമനില നേരിടുകയാണ്. അവസാനം അഗ്വാറോന്റെ ഒരു കിടിലൻ കിക്കിലൂടെ 3-2 സിറ്റി ജയിക്കുകയാണ്. ജയിച്ചോടുകൂടി ആ ടൈറ്റിലും അങ്ങോട്ട് കിട്ടിയിട്ട് ആ ഒരു അഗ്വാറോയുടെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരാളും മറക്കില്ല മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർ. അതേപോലെ കാത്തിരിക്കേണ്ട ഒരു സിറ്റിയാണ് പുറകിലുള്ളത്. ആഴ്സണൽ ഇനിയുള്ള മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സിറ്റിയാണ് പുറകിലുള്ളതെന്ന് മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് അതന്നെ മതി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കളി തുടങ്ങിയപ്പോൾ 2 ടീമുകളും കിട്ടില്ല പെർഫോമൻസിൽ 30 മിനിറ്റ് വേണ്ടി വരുന്ന ആദ്യ ഗോള് ആഴ്സണലിന്റെ ഭാഗത്ത് എസയാണ് ആദ്യ ഗോൾ അടിക്കുന്നത്, സാക്കയുടെ ഒരു കിടിലൻ അസിസ്റ്റിൽ. അതിനുശേഷം ഡിക്ലൻ റൈസിന്റെ ഒരു മിസ്റ്റേക്കിൽ നമ്മുടെ ചെക്കൻ കൊണ്ട് ഗോൾ അടിക്കാൻ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് വേണ്ടി സമനില നേടുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-1 പിരിയാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയില്ല. എന്താണ് ആർട്ടറ്റ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നി ഈ കളി ഒന്നില്ലെങ്കിൽ സമനില അല്ലെങ്കിൽ ആഴ്സണലിന് പണി വാങ്ങിക്കും, പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ബോട്ടിലാക്കും എന്നൊക്കെയുള്ള ഒരു ഇതിൽ നിന്നായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും ഗെയ്ക്കോറാസിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ ആഴ്സണൽ മുന്നിട്ട് വരുന്നത്. പിന്നെ ആഴ്സണലിന്റെ കിടിലൻ പെർഫോമൻസ് ആണ്. അതിന്റെ ഇടയിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ 1-2-3 അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ആഴ്സണൽ 4 ഗോളിനാണ്. എസയുടെ 2 ഗോളും ഗെയ്ക്കോറാസിന്റെ 2 ഗോളും, അങ്ങനെ 4 ഗോളുകൾ. എടുത്തു പറയേണ്ട സാക്കയുടെ പെർഫോമൻസ് ആണ്. എമ്മാതിരി ചാൻസുകളോടെ കിട്ടിയത്. ചുരുങ്ങിയതൊരു ഹാട്രിക് അടിക്കാനുള്ള ചാൻസുകൾ ചങ്ങായിക്ക് ഈ കളി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അടിച്ച ശേഷം ഈ അടുത്താണ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് ചങ്ങായി. അമ്മാതിരി ഫിനിഷിംഗ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ലെക്കും ഫിനിഷിംഗ് ഇല്ലായ്മ. കളിയൊക്കെ ഇങ്ങനെ ട്രിപ്പിൾ ചെയ്ത് കൊണ്ടുവരും. പക്ഷെ ഒന്നില്ലെങ്കിൽ ഗോൾ കീപ്പർ നെഞ്ഞത്ത് അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പോസ്റ്റിൽ അടിക്കും, അല്ലെങ്കിൽ പുറത്തടിക്കും. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഈ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗെയ്ക്കോറാസിന് എസനേക്കാളൊക്കെ കൂടുതലും ഒരു ഹാട്രിക് അടിക്കുന്ന ചാൻസ് ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോളിയും ചങ്ങായി മാത്രമുള്ള 1-1 ചാൻസുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ഗോളാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 6-7 ഗോളിലൊക്കെ ആഴ്സണൽ ഒന്ന് ജയിക്കണ്ടായിരുന്നു. അവസാനം റയയുടെ ഒരു കിടിലൻ ഗോൾ ലൈൻ സേവിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രസീലിയൻ താരം റിച്ചാലിസന്റെ 83-ാം മിനിറ്റിലാണെന്ന് വിചാരിക്കുന്നത്. റിച്ചാലിസന്റെ ഒരു ബാക്ക് ഹീൽ ഗോള് റയയെ മറികടന്ന് ഇങ്ങനെ ഗോൾ പോസ്റ്റിലേക്ക് ഇങ്ങനെ ഉരുണ്ടു പോകണം. ഗോൾ ലൈൻ സേവിങ്ങിലൂടെ റയ ആ ഒരു രക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞാല് അപ്പൊ 3-1 സ്കോർ നിൽക്കുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആ ഒരൊറ്റ ഗോൾ 83-ാം മിനിറ്റ് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആഴ്സണൽ സമനിലയോ തോൽവിയോ വഴങ്ങിയിട്ടുണ്ടാവും. എന്താ പറഞ്ഞാൽ മൊത്തമായിട്ട് ഡൗൺ ആവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമാതിരി ഗോൾ വരികയാണെങ്കിൽ ആ ഗോള് എങ്ങനെയാണ് റയ സേവ് ചെയ്തത്? ആ ഗോൾ ലൈൻ സേവ് ഉണ്ടല്ലോ. നമ്മൾ മുമ്പ് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. മുഹമ്മദ് സാലയുടെ മുന്നിലൂടെ ഒരു ബോൾ പോയത്, ആ ഗോൾ ലൈൻ സേവ്. ആ ഒരൊറ്റ സേവിലൂടെയാണ് ആ സീസണിൽ സിറ്റി കപ്പടിക്കുന്നുള്ള കാര്യം ആലോചിക്കണം. ആ ഒരു ഗോൾ ആയിരുന്നെങ്കിൽ അന്ന് സിറ്റിക്ക് ലിവർപൂളിന്റെ മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നായിരുന്നു. പക്ഷെ ആ ഒരു സേവ്, ഒറ്റ സേവ്, ഇങ്ങനെയുള്ള ഒരൊറ്റ സേവ് മതി ചിലപ്പോൾ ഒരു ലീഗ് അവരുടെ സ്വപ്നം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടിലനെ ഒരു സേവാണ് അവസാന നിമിഷത്തിൽ ഉണ്ടായത്. അതിനുശേഷം ഗെയ്ക്കോറാസിന്റെ 2ാമത്തെ ഗോൾ കൂടി വന്നതോടുകൂടി ആഴ്സണൽ ഓടിലാക്കുന്ന കണ്ടിട്ട് കാത്തിരുന്ന് ഇങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ കാത്തിരുന്നാണ് ഇവരുടെ ഒരു തോൽവിക്ക് വേണ്ടി. ഇന്ന് തോറ്റു കഴിഞ്ഞാൽ അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പിലേക്ക് കയറാൻ പറ്റും, ടേബിൾ ടോപ്പിൽ എത്താൻ പറ്റും. കുറെ കാലം ആഴ്സണൽ ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്നത്. 30 മത്സരങ്ങൾക്ക് ശേഷം ചിലപ്പോൾ പണി കിട്ടാറൊക്കെ ഉള്ളതാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. ഈ സീസണിൽ എന്താ നടക്കാൻ പോകുന്ന അറിയില്ല. 2 പോയിന്റ് ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ആർട്ടറ്റ ഈ ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 16ാം സ്ഥാനത്താണ് ഉള്ളതെന്നുള്ള ഈ സീസണിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. പക്ഷെ അവർ ചാമ്പ്യൻസ് ലീഗ് നല്ല പെർഫോമൻസ് നടക്കേണ്ട, ലീഗിൽ ഭയങ്കര ദുരന്തമാണ്. 16ാം സ്ഥാനത്ത് നടന്നത്. ഏത് സമയത്തോടെ റിലേഗേഷൻ സോണിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വരെ ഉണ്ട്. അതേപോലെ അവരുടെ ക്യാപ്റ്റനായ കുട്ടി റമേറോ കളിക്കാനില്ല, സസ്പെൻഷനിലാണ്, റെഡ് കാർഡ് കിട്ടിയിട്ട്. അപ്പോൾ അതും ഡിഫൻസിൽ നന്നായിട്ട് കണ്ടു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ മുതൽ കളിയായിരുന്നു 2 ടീമിന്റെ ഭാഗത്തുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ
മൊത്തത്തിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ കുറെ ഭാഗത്ത് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കളി 4-1 അവസാനിച്ചിരിക്കുന്ന ഡെർബിയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ആർട്ടറ്റയുടെ വിജയങ്ങളാണ് കാണുന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെ. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോക്കും ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ്. എല്ലാ ലീഗുകളും ഇപ്പോൾ സിറിയയിലേക്ക് നോക്കിയാലും അതേപോലെ തന്നെ ബുണ്ടസ് ലീഗിൽ മാത്രമാണ് കുറച്ച് ബയൺ മ്യൂണിക്ക് കുറച്ച് മുകളിലുള്ളൂ. ബാക്കി ഇപ്പോൾ PSG ലീഗ് 1 നോക്കിയാലും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ സൗദി ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ടൈറ്റ് കോമ്പറ്റീഷനാണ്. ആർക്ക് വേണമെങ്കിലും കപ്പടിക്കുക, അല്ലാണ്ട് ഒരു ആധിപത്യം ഏത് ലീഗിലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ 6 ഷോട്ടുകൾ എടുത്തതിൽ 5 ഓൺ ടാർജറ്റിക്കുള്ളതാണ്. അതേപോലെ ആഴ്സണൽ 20 ഷോട്ടുകളാണ് എടുത്തത്. അതിലൊരു 5-6 ശരിക്കും സാക്ക് അടിച്ചിട്ടുണ്ടാവും. അതിൽ 6 മാത്രം ഓൺ ടാർജറ്റിലേക്ക് ഉള്ളൂ എന്ന് കാര്യം ആലോചിക്കണം. 40% ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ആഴ്സണലായിക്കോട്ടെ 60% ഉണ്ടായിരുന്നു. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരം കൂടി ആലോചിക്കണം. 310 പാസുകൾ ടോട്ടൻഹാം ഹോട്ട്സ്പർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണൽ 451 പാസുകൾ കംപ്ലീറ്റ് ചെയ്തത്. 75% പാസിംഗ് അക്യുറസി ടോട്ടൻഹാം ഹോട്ട്സ്പർ ഉണ്ടായിരുന്നത്. 86% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ആഴ്സണൽ. 16 ഷോട്ട് ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ 11 ഫൗളുകളാണ് ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 യെല്ലോ കാർഡ് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് കിട്ടിയപ്പോൾ ആഴ്സണൽ 1 യെല്ലോ കാർഡാണ്. കോർണേഴ്സ് വിൻ ചെയ്തത് 2ഉം 5ഉമാണ്. ഡിക്ലൈൻ റൈസിന്റെ ആ ഒരു മിസ്റ്റേക്ക് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ആഴ്സണൽ ക്ലീൻ ഷീറ്റ് നേടിയിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പൊ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾക്കായി കാത്തിരിക്കാം. മാഞ്ചസ്റ്റർ സിറ്റി ആണോ ആഴ്സണലാണോ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കരബാവോ കപ്പിന്റെ ഫൈനൽ വരാണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്തിഹാദിൽ വെച്ച് നടക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ ഇത്തിഹാദിൽ വെച്ചിട്ട് ആഴ്സണലായിട്ട് ലീഗിൽ ഒരു മത്സരം നടക്കാനുണ്ട്. അപ്പോൾ കരബാവോ കപ്പ് ഫൈനലിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഒരു അടുത്തോട്ടുള്ള ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ഒരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഒരു ട്രോഫിയും അതേപോലെ തന്നെ അടുത്ത ലീഗിൽ വരുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ലീഗിൽ ആഴ്സണൽ അമ്മാതിരി ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറ്റിയുടെ അവസാനത്തെ മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ 5 മത്സരങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വിന്നായിട്ട് വരികയാണ്. അവർ അവസാനത്തെ മത്സരത്തിൽ 2-1 വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പാറിയ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആരായിരിക്കും ഈ സീസണിൽ കപ്പടിക്കുക നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരും ആഴ്സണലിന്റെ ആരാധകർ കൊതിച്ചു നിൽക്കുന്ന ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സംഭവം എന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഞാനും അവരോട് കൂടെ തന്നെ ആഴ്സണലിലേക്ക് ഒരു കപ്പടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ പോവുകയാണെങ്കിൽ 2 ടീമിനും കപ്പടിക്കാൻ പറ്റും. അപ്പോൾ ആരായിരിക്കും അടിക്കാന്ന് കമന്റ് ബോക്സ് കമന്റ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.